ഇനി ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ സൈക്കിൾ മുഴുവൻ തൂക്കിയെടുത്തുകൊണ്ട് പോകേണ്ട കാര്യമില്ല. അതിനു മുമ്പ് പറയേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റേഞ്ചാണ്. നമ്മൾ ദാണ്ട് ഈ ഗിയർ ചേഞ്ച് ചെയ്യരുത്. ഗിയർ ചേഞ്ച് ചെയ്യാത്ത പ്രഷർ എന്ന് പറഞ്ഞാൽ മൈനസിൽ കുറച്ച് നേരം തന്നെ പിടിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മുടെ ധോണി ബ്രാൻഡ് അംബാസഡർ ആയിട്ടുള്ള നമ്മുടെ ഈ മോട്ടറാഡിൻ്റെ ടീറക്സ് എയർ എന്ന് പറഞ്ഞൊരു വേരിയൻ്റാണിത്. ഇത് ആക്ച്വലി സ്പീക്കിംഗ് ഒരു ഇ സൈക്കിളാണ്, അല്ലെങ്കിൽ ഒരു ഇ ബൈക്കാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോർമലി ഒരു സൈക്കിളിൻ്റെ അകത്ത് കാണുന്ന പോലെ പെഡലും ഉണ്ടാവും. അതായത് നമുക്ക് സാധാ സൈക്കിൾ കിട്ടുന്ന പോലെ പെഡൽ കെട്ടി പോകാനും പറ്റും. പിന്നെ അത് മാത്രമല്ല ഇ ബൈക്ക് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തൊരു ഹബ് മോട്ടറും കാണും, ഒരു ബാറ്ററിയും കാണും. അതുകൊണ്ട് ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ സൈക്കിൾ കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സ്കൂട്ടർ കൊണ്ടുപോകുന്ന കൊണ്ടുപോകാനും പറ്റും. ആ ഒരു സ്റ്റൈലിൽ ഈ മോട്ടറാഡ് ലോഞ്ച് ചെയ്തിട്ടുള്ള ടീറക്സ് എന്ന് പറഞ്ഞ വേരിയൻ്റാണ് നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു സൈക്കിൾ. ഇനി ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ ഒരു പ്രൈസിങ്ങാണ്. ഇവൻ്റെ പ്രൈസിങ് വരുന്നതെന്ന് പറഞ്ഞാൽ 34,999 ആണ് ഇവൻ്റെ പ്രൈസിങ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സൈക്കിളിനെ ഈ ഒരു സെഗ്മെൻറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു മാർക്കറ്റിലെ ഏറ്റവും വാല്യൂ ഫോർ മണി മോഡലാക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് വരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ അകത്ത് 7 സ്പീഡ് ഷിംനോയുടെ ഗിയർ സിസ്റ്റമാണ് വരുന്നത്. അതെങ്ങനെ ചേഞ്ച് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ പുതിയ മോഡേൺ സ്റ്റൈൽ വരുന്ന രീതിയിൽ ഇവിടെ ഒരു അപ്പ് ഇവിടെ ഒരു ഡൗൺ ആ ഒരു സ്റ്റൈലിലായിരിക്കും ഇവന് വരുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസുണ്ട്. അതായത് നമ്മൾ സൈക്കിൾ ചവിട്ടാതെ ഇരിക്കുന്ന സമയത്ത്, അതായത് സൈക്കിൾ ഡ്രൈവ് ചെയ്യാത്ത സമയങ്ങളിൽ നമ്മൾ ഈ ഗിയർ ചേഞ്ച് ചെയ്യരുത്. ഗിയർ ചേഞ്ച് ചെയ്യാത്ത പ്രഷർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ബാക്ക് എടുത്ത് കഴിഞ്ഞാൽ ചെയിൻ തെറ്റി കഴിഞ്ഞാൽ നമ്മൾ തന്നെ അയച്ചിടേണ്ടി വരും. ഇപ്പോൾ ഞാനപ്പോൾ നിങ്ങളെന്നോട് ചോദിക്കും, അപ്പോൾ പിന്നെ നിങ്ങളെന്ത് പരിപാടി കാണിച്ചത്, നിങ്ങളിപ്പം ഗിയർ മാറില്ലെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ അപ്പ് ചെയ്തത് ഡൗൺ ചെയ്ത് നോർമൽ സിനാരിൽ തന്നെ, അതായത് ഏതാണോ നേരത്തെ ഉണ്ടായിരുന്ന ഗിയർ ആ ഗിയറിൽ തന്നെ കൊണ്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളങ്ങനെ ട്രൈ ചെയ്ത് നോക്കുകയാണ്, ആ ഒരു രീതിയിൽ ചെയ്താൽ മതി. ഇല്ല നമ്മളിങ്ങനെ പുറകോട്ട് എടുക്കുന്ന സമയത്ത് ചെയിൻ തെറ്റാനുള്ളൊരു സാധ്യത വരുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു സ്റ്റീലിലേക്ക് വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫ്രെയിമിലേക്ക് വരുമ്പോഴത്തേക്കും ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് ഉള്ളൊരു സ്റ്റീലാണ്. അതായത് ഫുള്ള് കംപ്ലീറ്റ്ലി നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കംപ്ലീറ്റ്ലി ഒരു ഫ്രെയിമാണ് ഈ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും സ്ട്രോങ് ക്വാളിറ്റി ആയതുകൊണ്ട് തന്നെ അവരിതിന് 5 കൊല്ലം വാറണ്ടി തരുന്നുണ്ട്. ഈ ഒരു ഫ്രെയിമിന് 5 കൊല്ലം വാറണ്ടി വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഫ്രെയിമിൻ്റെ നടുക്കോട്ട് നോക്കി കഴിയുമ്പോഴത്തേക്കും ദാണ്ട് ഇവിടെ ഈ ഇരിക്കുന്നതാണ് നമ്മുടെ ഈ മോട്ടറിൻ്റെ റിമൂവബിൾ ആയിട്ടുള്ള ബാറ്ററി പാക്ക്. ഞാൻ പറഞ്ഞാൽ ഇതൊരു ഇ സൈക്കിളാണ്. ഇതിവൻ്റെ ബാറ്ററി പാക്കും ഇതിവൻ്റെ ഹബ് മോട്ടറും അത്ര ഉള്ള സാധനം. ഇതിൻ്റെ അകത്ത് ബേസിക്കലി ഒരു കുഞ്ഞ് കൺട്രോളർ കാണും. കൺട്രോളർ മിക്കവാറും ഈ ഒരു ബാറ്ററി യൂണിറ്റിനകത്തായിരിക്കും വരുന്നത്. ഇനി ഇവൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കീ ഊരിയിട്ട് നമ്മളിവിടെ ദാണ്ട് ഇപ്പുറത്തെ സൈഡിൽ കീ ഇടാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. അവിടെ ദാണ്ട് നമ്മൾ കീ ഇട്ട് നമ്മളിതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനത്തിനെ റിമൂവ് ചെയ്ത് വീടിൻ്റെ അകത്ത് കൊണ്ട് ചാർജ് ചെയ്യാൻ പറ്റും. അതായത് ഈ സൈക്കിൾ മുഴുവൻ തൂക്കിയെടുത്തുകൊണ്ട് പോകേണ്ട കാര്യമില്ല. നമുക്ക് ഈ പറയുന്ന ജസ്റ്റ് ഈ ഒരു ബാറ്ററി മൊഡ്യൂൾ മാത്രം കൊണ്ട് ചാർജ് ചെയ്യാൻ പറ്റും. അത് വളരെ ഒരു യൂസ് കേസ് സിനാരിയോ ഉള്ളൊരു USB. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു, ഈ റിമൂവൽ ആയിട്ടുള്ള ബാറ്ററി എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ്. പിന്നെ ഇതിൻ്റെ വയറിങ്ങും കാര്യങ്ങളൊക്കെ പോകുന്നത് കംപ്ലീറ്റ്ലി ഇൻറ്റേർണലാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തൊരു വൃത്തികേടോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഫിക്സ് ചെയ്ത്, അതായത് ഇതിൻ്റെ അകത്ത് തന്നെ വരുന്നതാണ്. നമ്മൾ ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേറൊരു പാർട്ടായിട്ട് വരുന്നത് നമ്മൾ അയച്ചു വെക്കേണ്ടതാണ്. അതായത് ഈ ഒരു സൈക്കിളിൻ്റെ കൂട്ടത്തിലുള്ള ലൈറ്റാണ്, പക്ഷേ നമ്മൾ തന്നെ പിടിപ്പിക്കണമായിരുന്നു. എനിക്ക് ബോക്സ് ആയിട്ടാണ് വന്നത്. അപ്പോൾ അതിൻ്റെ ക്ലിപ്സ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ദാണ്ട് ഈ ലൈറ്റിൻ്റെ ഇതുണ്ടോ, ഈ ഒരു അഡാപ്റ്റർ വരുന്നുണ്ടോ, ഇതുപോലും എന്ത് പ്രോപ്പറായിട്ടാണ് അതിൻ്റെ വയറിങ് പോയേക്കുന്നതെന്ന് നോക്കി. അത് നമ്മൾ എവിടെ ഓൺ ആക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കുറേ തപ്പി ഈ ലൈറ്റ് എവിടെ ഓൺ ആക്കുന്നതെന്നുള്ളത്. പക്ഷേ ലൈറ്റ് എവിടെ ഓൺ ആക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി ഇതിൻ്റെ അകത്ത് പ്രോപ്പർലി ഇൻറ്റഗ്രേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ ഒരു സ്റ്റൈലിലാണ് വരുന്നത്. ഇനി ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ് പ്രൊസീജിയർ ഒന്ന് കാണിച്ചു തരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഈ പവർ ബട്ടണിൽ കുറച്ച് നേരം പിടിച്ച് നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഡിജിറ്റൽ ക്ലസ്റ്റർ ഓൺ ആവും. ഡിജിറ്റൽ ക്ലസ്റ്റർ ഓൺ ആകുമ്പോൾ അതിൻ്റെ അകത്ത് വേണ്ട ഇൻഫർമേഷൻസ് ഒക്കെ ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഡിഫറെൻറ്റ് മോഡ്സ് ഉണ്ട്. അതെന്താണെന്നുള്ളത് പറയാം. അതിന് മുമ്പ് പറയേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റേഞ്ചാണ്. 50 കിലോമീറ്റർ നമ്മൾ പെഡൽ അസിസ്റ്റ് മോഡ്, അതായത് ചെറിയ രീതിയിൽ പെഡലോട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 50 കിലോമീറ്റർ റേഞ്ച് കിട്ടുന്നുണ്ട്. ഇനി അതല്ല നോർമലി ഒരു ഇലക്ട്രിക്കൽ സൈക്കിൾ വേരിയേഷൻ ആ ഒരു സ്റ്റൈലാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 40 കിലോമീറ്ററുള്ള റേഞ്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി ഇവിടെ ഒരു ചെറിയൊരു ഹോൺ കൊടുത്തിട്ടുണ്ട്. ഇൻബിൽട്ട് ആയിട്ടുള്ള ഹോൺ വരുന്നുണ്ട്, ഇൻബിൽട്ട് ആയിട്ടുള്ള ലൈറ്റ് വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് 5 മോഡ്. നമ്മൾ ഈ മീറ്ററിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ മുകളിൽ നമ്മുടെ എനർജി കാണാൻ പറ്റും, എത്ര ശതമാനം എനർജി ഉണ്ടെന്നുള്ളത് കാണാൻ പറ്റും, സ്പീഡ് എന്തോരം ഉണ്ടെന്നുള്ളത് കാണാൻ പറ്റും, എത്ര കിലോമീറ്റർ ഓടി എന്നുള്ളത് കാണാൻ പറ്റും. ഇത് പെഡൽ അസിസ്റ്റ് സിസ്റ്റമാണ്. ഏത് പെഡൽ അസിസ്റ്റിലാണ് കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. 5 വരെ നമുക്ക് ഇടാൻ പറ്റും. ഇനി നമ്മൾ ഈ മൈനസിൽ കുറച്ച് നേരം തന്നെ പിടിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ ഇതൊരു വാക്ക് മോഡ് അല്ലെങ്കിൽ ഒരു ക്രൂസ് മോഡ് എന്ന് പറഞ്ഞൊരു മോഡിലേക്ക് പോകും. ഇതിപ്പോൾ ലൈറ്റ് ഓൺ ആക്കുന്ന കേട്ടോ. ലൈറ്റ് ഇതിപ്പോൾ പ്ലസ് നമ്മൾ പിടിച്ച് നോക്കി കഴിഞ്ഞാൽ ലൈറ്റ് ഓൺ ആവും. ഇവിടെ ഇപ്പോൾ മൈനസ് എന്ന് പറഞ്ഞാൽ പിടിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാക്ക് എന്ന് പറഞ്ഞൊരു മോഡ് വരും. അപ്പോൾ സൈക്കിൾ നമുക്ക് വാക്ക് ചെയ്യാം. നമ്മൾ പട്ടിക്കുട്ടന്മാരെയൊക്കെ നടത്തിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞ പോലെ സൈക്കിൾ ഇപ്പോൾ നമ്മൾ വേറെ ആളോട് സംസാരിച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഓണാക്കി ഇടുകയാണെങ്കിൽ 5 കിലോമീറ്റർ സ്പീഡിൽ സൈക്കിൾ നമ്മുടെ സൈഡിൽ കൂടെ വന്നോളും. പിന്നെ നമ്മൾ ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ട് പോക്കാനും ബാക്ക് പോക്കാനൊക്കെ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇനി ഈ ടയേഴ്സ് വരുന്നത് നൈലോണിൻ്റെ ടയേഴ്സാണ് കൊടുത്തേക്കുന്നത്. ഓഫ് കോഴ്സ് 2 അലോയ്സാണ്. ഫ്രണ്ടിലത്തെ സസ്പെൻഷൻ വരുമ്പോൾ 10 mm സൈസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ട്രാവൽ സ്പേസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വേണ്ട ഹമ്പുകളൊക്കെ അത് അബ്സോർബ് ചെയ്തോളും. പിന്നെ
ഇതിൻ്റെ അകത്ത് വരുന്നത് എന്താണ്? ഇതൊക്കെയാണ് മെയിൻലി ഈ ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. ഓഫ് കോഴ്സ് ഇത് ചവിട്ടാനാണെങ്കിലും നല്ല സുഖമുണ്ട്. നമ്മൾ പ്രോപ്പർലി യൂസ് ചെയ്യുമ്പോൾ നല്ല സുഖമുണ്ട്. ഇപ്പം 110 കിലോ വരെ ഇത് സപ്പോർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾ ചോദിക്കും എനിക്ക് 110 കിലോ ഇല്ലെന്ന്. എനിക്ക് 110 കിലോ ഇല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് നല്ല രീതിയിൽ ചവിട്ടാൻ പറ്റും. ഇനിയിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ അങ്ങ് പോവുകയാണെങ്കിൽ കണ്ടോ, കൊള്ളാം. അത്യാവശ്യം നമുക്ക് നല്ല ഫീൽ തരുന്ന രീതിയിലാണ്. ഇവൻ്റെ സീറ്റ്സ് ആണെങ്കിലും കുറച്ച് കംഫർട്ടബിൾ ആണ്. അപ്പോൾ ഞാൻ ഈ ഫോമൽസിലാണ് ഇരിക്കുന്നത്. എന്നിട്ട് പോലും നാണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ നാണ്ട് ഇവനെ ചവിട്ടിക്കൊണ്ട് ഇങ്ങനെ പോകാൻ പറ്റുന്നുണ്ട്. മൊത്തത്തിൽ വണ്ടി സൈക്കിൾ ഓടിക്കാനും ഒക്കെ ഭയങ്കര ഒരു രസമുണ്ട്. ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഇവൻ്റെ പ്രൈസാണ് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ 34,000 ഇത് ശരിക്കും ഒരു വാല്യൂ ഫോർ മണി ഡീലാണ്.